വിഷുവിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ ഒരു കുക്കറിലേക്ക് ഒരു അരക്കപ്പ് ജീരകശാല റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്ന ഒരു റൈസാണ്. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു അരക്കപ്പ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പ് ഞാനൊരു 2-3 മണിക്കൂർ കുതിർത്തെടുത്തതാണ് കേട്ടോ. കുതിർത്തെടുത്താൽ കടലപ്പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലേക്കൊരു 2.5 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ കടലപ്പരിപ്പും അതുപോലെ തന്നെ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം ഒട്ടും തന്നെ അല്ല കേട്ടോ, വെള്ളമൊക്കെ കറക്റ്റ് ആയിരുന്നു. ഇനി ഈ വെന്ത് വന്നിട്ടുള്ള അരി ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. കടലപ്പരിപ്പ് ഒരുപാട് അങ്ങ് ഉടച്ചെടുക്കണ്ട കേട്ടോ. കടലപ്പരിപ്പ് ചെറുതായിട്ട് അതിലിങ്ങനെ കടിക്കാൻ വേണം. അപ്പോൾ കടലപ്പരിപ്പ് അങ്ങനെ ഉടച്ചെടുക്കണ്ട, അരി ഒന്ന് നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി. എന്നിട്ട് അതുപോലെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് പകുതി മൂപ്പായിട്ട് വരുന്ന സമയത്ത് കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് വറുത്ത് ഈ ഒരു കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇത് കോരി മാറ്റി വെക്കണം. എന്നിട്ട് ഇതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് വേവിച്ചെടുത്തിട്ടുള്ള അരിയും പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു നെയ്യിൻ്റെ ഫ്ലേവർ ഈ ഒരു അരിയിലും പരിപ്പിലൊക്കെ നന്നായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ശർക്കരപ്പാനി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് തിളപ്പിച്ച് ശർക്കരപ്പാനിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ. നല്ല തിക്കാക്കി ഇതുപോലെ എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടും പിന്നെ വീണ്ടും ഇളക്കി തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇളക്കി ഒന്ന് കുറുകി വന്നതിന് ശേഷം പിന്നെ തേങ്ങയുടെ ആദ്യത്തെ പാലുണ്ടല്ലോ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി തിളക്കാൻ പാടില്ല, തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നങ്ങ് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ജീരകം വറുത്ത് പൊടിച്ചത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് വറുത്തെടുക്കാം കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടലപ്പരിപ്പ് മാത്രം വെച്ചിട്ട് പായസം റെഡിയാക്കി എടുക്കാറുണ്ട്, അതുപോലെ അരി വെച്ചിട്ടും നമ്മൾ പായസം റെഡിയാക്കി എടുക്കാറുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ഒരു പായസം ഉണ്ടാക്കി എടുക്കുമ്പോൾ അതിനൊരു വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.